കിട്ടുന്നുണ്ട്. പാർലമെന്റിൽ പോയപ്പോ അവിടെ ഒരു പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ ഉണ്ട്, സ്വകാര്യ മെമ്പർമാർക്ക് അവതരിപ്പിക്കാൻ പറ്റിയ റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷൻ നറുക്കെടുക്കാൻ 3 ആളെ നറുക്കെടുക്കുക. അല്ലെ എത്ര ആള് പേര് കൊടുത്തു, 300 ആള് പേര് കൊടുത്താലും 400 ആള് പേര് കൊടുത്താലും അതിൽ നിന്ന് 3 ആളെ എടുക്കുക. ആ 3 ആളിൽ ഒരാൾക്കാണ് ഇത് അവതരിപ്പിക്കാൻ പറ്റുക. അങ്ങനെ ഇത്തവണ പാർലമെന്റിലെ ആദ്യത്തെ നറുക്കെടുപ്പ് ഈ 300 ആളെ ഞാൻ ആൾക്കാർ എത്ര എടുത്തപ്പോ അതിൽ തെരഞ്ഞെടുത്ത 3 ആളിൽ ഒരാൾ ഞാനായിരുന്നു. ആ 3-ൽ ഒന്നാമത്തെ ഞാനായി. പറയരക്കാര് പേരാമ്പ്രക്കാരുടെയൊക്കെ സ്നേഹം ഭാഗ്യം കൂടെ ചേർന്നിട്ടാണ് തരുന്നത്. എന്നിട്ട് അതിൽ ഒരു കാര്യമുണ്ട്, ഈ അവതരിപ്പിക്കുമ്പോ ഒന്നാമത്തെ ആളില്ലെങ്കിലാണ് രണ്ടാമത്തെ 3-ാമത്തെ ആൾക്ക് അവതരിപ്പിക്കാൻ പറ്റുക. അപ്പൊ ഈ ഞാൻ ഒന്നാമത്തെ ആയിരുന്നു, ഞാനത് അവതരിപ്പിക്കാനെല്ലാം റെഡി ആയിട്ട് നമ്മുടെ പ്രവാസികളുടെ ഇതിന്റെ കാര്യം അന്നാ പറഞ്ഞു. അപ്പൊ അതിൽ 2-ാമത്തെ നറുക്കെട്ടിയാൽ അവിടെ വന്നിരിക്കുക. ഞാൻ ചോദിച്ചു, അല്ല എനിക്കല്ലേ? അപ്പൊ പറയാം, അല്ല നിനക്ക് വല്ല വയറുവേദനയും വന്നിട്ട് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വന്നു നോക്കിയതാണെന്ന്. കുഴപ്പമില്ല, അധികം അവതരിപ്പിച്ചു വന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ കാര്യം കിട്ടി. ഇത് ഖത്തർ ഇൻഗാസിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അവരൊന്നും ഇപ്പൊ വലിയ കോടീശ്വരന്മാരും വലിയ ലക്ഷപ്രഭുക്കളും ഒന്നും ആയിട്ടൊന്നും അല്ല. അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവരുടെ കുറെ പ്രയാസങ്ങളുണ്ട്, അവരുടെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം നാടിന് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ച് അതിനുവേണ്ടി രംഗത്തിറങ്ങുക, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് വലിയ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. മൂസ വക്കീൽ ഫർണിച്ചറും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മൂസ വക്കീലിന് വേണ്ടി ഒരു പ്രഖ്യാപനം ഞാൻ വെലങ്ങാട്ടേക്ക് പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യത്തിലും അത് മൂസ വക്കീൽ പിന്നെ പ്രഖ്യാപിക്കുള്ളൂ. എന്നാലും എന്തെങ്കിലും നമ്മൾ പ്രഖ്യാപിക്കില്ല, അക്ഷമായിട്ട് പ്രഖ്യാപിക്കും. ഞാൻ പ്രസംഗത്തിന് മുതിരുന്നില്ല. അവിടെ 4 മണിക്ക് പേരാമ്പ്രയിൽ വ്യാപാരി വ്യവസായ പരിപാടിയും 5 മണിക്ക് ചക്കട്ടപ്പാറ പരിപാടി. അത് മാഷ അവിടെ ദൂരെ നിന്നിട്ട് എന്നെ കണ്ണൂരിട്ടുന്നുണ്ട്. അതൊക്കെ ഏറ്റിട്ട് വന്നിരിക്കുക. അതിന് പ്രസംഗത്തിനേക്കാളൊക്കെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും പിന്തുണക്കും നന്ദി. പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു അഭിനന്ദനമൊക്കെ കിട്ടി ഇപ്രാവശ്യം. അതൊക്കെ നിങ്ങൾ നൽകിയ ഒരു അവസരത്തിന്റെ പേരിലാണ്. നാടിനും നിങ്ങൾക്കൊക്കെ ഗുണമുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരോടും അന്വേഷണം പറയാം. എല്ലാരെയും സ്നേഹാശംസ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഈ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ തറക്കല്ലിട്ട് പരാതികളും മേടിച്ചിട്ട് ഞാനൊന്ന് ഓടിപ്പോയിട്ട് വരും കേട്ടോ.